ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ് ഈ പ്രതിരോധ സംഗമം. നസ്രാണി സമൂഹം ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള അതീവ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകളെ ബോധപൂർവം തമസ്കരിക്കുവാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും അധികം ഇടപെടൽ നടത്തിയ സമുദായം, ഒരു സമൂഹം, ഒരു വിശ്വാസ സമൂഹമാ ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നു. തീണ്ടലിന്റെയും തൊടിയിലിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ജനങ്ങളെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തങ്ങളുടെ ആളും അർത്ഥവും ചെലവാക്കി വലിയ ത്യാഗമനോഭാവത്തോടുകൂടി പ്രവർത്തിച്ച മിഷണറിമാരുടെയും അവരുടെ പിൻതലമുറക്കാരെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഒരു വലിയ ചരിത്രം പേറുന്ന ജനതയായി ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുക. പക്ഷേ നവോത്ഥാനത്തിന്റെ ഫലം ലഭിച്ച ആളുകളൊക്കെ എന്ത് നവോത്ഥാനം, എന്ത് സംഭാവന, എന്ത് ക്രൈസ്തവ സമൂഹം എന്ന് ചോദിക്കുന്ന ഒരു വിരോധാഭാസം ഇന്ന് ഈ നാട്ടിൽ നിലവിലുണ്ട് എന്നുള്ളത് വലിയ ദുഃഖത്തോടുകൂടി കാണുവാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തിയ നേതൃത്വം ഇടപെടൽ വേറെ ഏതെങ്കിലും സമൂഹം നടത്തിയിട്ടുണ്ടോ? എല്ലാവരും ഈ രാജ്യത്തെ വിദ്യയിലൂടെ ഉന്നതിയിലേക്ക് വന്ന് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി മുൻപോട്ട് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് നമുക്കുള്ളതെല്ലാം കൊടുത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഭക്ഷണം കൊടുത്ത്, വിദ്യ കൊടുത്ത് അഭ്യസിപ്പിച്ച് ഇന്ന് ഉന്നത നിലകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായി, കൊള്ള സങ്കേതങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ള വിരോധാഭാസം ഇന്ന് ഇവിടെ നിൽക്കുന്നവർക്ക് പ്രിയപ്പെട്ടവര്. ആതുര ശുശ്രൂഷ രംഗം എല്ലാവരും അടച്ച്, എല്ലാവരും മാറി നിന്ന് ആരാലും തയ്യാറാകാതെ നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ മലമ്പനിയുടെയും പകർച്ചവ്യാധികളുടെയും ഒക്കെ ഭീഷണികളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരായ ഓരോ ആളുകളുടെയും മുഖത്ത് ഞാൻ ക്രിസ്തുവിന്റെ മുഖം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ആതുര ശുശ്രൂഷ രംഗത്ത് നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ നൽകി സ്ഥാപനങ്ങൾ ആരംഭിച്ച് ആ രാജ്യത്തെ സേവിച്ച ചരിത്രപരമായിട്ടുള്ള പങ്കാളിത്തമുള്ള ഒരു സമുദായത്തെ, ഒരു ജനവിഭാഗത്തെ ഇന്ന് ആ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിലൂടെ തന്നെ ചോദ്യം ചെയ്യുന്നത് കച്ചവട സ്ഥാപനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടാ. മറക്കാൻ സാധിക്കുമോ? പൊറുക്കാൻ സാധിക്കും? ഈ നാട്ടിലൂടെ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ പടുത്തുയർത്തിയ പാരമ്പര്യം, ഇടപെടലുകൾ, നമ്മൾക്ക് ആ ഇടപെടലുകൾക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ നമുക്ക് പൊറുക്കാം. അതാണ് നമ്മുടെ ക്രിസ്തുനാഥൻ പഠിപ്പിച്ചിരിക്കുക. പക്ഷേ മറക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കുന്ന ഈ വലിയ പ്രതിരോധ സംഗമം എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. ഈ ഒരു സമരത്തിന്റെ മറവിൽ ഈ സഭയെയും ഈ സമുദായത്തെയും സഭാധ്യക്ഷന്മാരെയും തെരുവിൽ അലക്കാമെന്നോ അവരെ ഭീഷണിപ്പെടുത്താമെന്നോ അവരെ അവഹേളിക്കാമെന്നോ, അങ്ങനെ ഈ സഭയങ്ങില്ലാതായി പോകുമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലായിരിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സമ്മേളനത്തിലൂടെ ആഗ്രഹിക്കുക. അതുകൊണ്ട് വെറുതെ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാനൊന്നും ആരും തയ്യാറാകേണ്ട. ഇത് തൃശ്ശൂർ അതിരൂപതയുടെ മാത്രം ഒരു പ്രശ്നമല്ല, മറിച്ച് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ ഒന്നടങ്കം തൃശ്ശൂർ അതിരൂപതയുടെ പിന്നിലുണ്ട് എന്ന് പ്രഖ്യാപിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് എത്തിച്ചേർന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സമുദായം, ഈ തൃശ്ശൂർ അതിരൂപതയ്ക്ക് നടക്കുന്ന എല്ലാ അവഹേളനങ്ങളെയും ആക്രമണങ്ങളെയും ഒരുമിച്ച് നിന്ന് ചെറുത്ത് തോൽപ്പിക്കുമെന്ന് നമ്മൾ ഇവിടെ പ്രതിജ്ഞ ചെയ്യുക. അതിനാണ് നമ്മൾ ഒന്നു ചേർത്തിരിക്കുക. വലിയ ദൗത്യം നമുക്കുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ചില ആളുകളൊക്കെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചില മാധ്യമങ്ങൾ ഗൂഢ അജണ്ടയോടുകൂടി നമ്മളുടെ സഭാ സമുദായത്തെ, നമ്മുടെ സ്ഥാപനങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ചില വാർത്തകളും ചില ഫീച്ചറുകളും ചില ചാനൽ വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചാനൽ വാർത്തകളൊക്കെ പടച്ചുവിടുന്നവരുടെ വിശ്വാസ്യത എന്താണെന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പല പ്രവർത്തനങ്ങളുടെയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അവർ പറയുന്നത് വിശ്വസിച്ച് ചില ചുരുക്കം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ ആ ചതിക്കുഴികളിൽ വീണിട്ടുണ്ടെങ്കിൽ, ബലിയാടുകളായി മാറിയിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പിണക്കവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഞങ്ങളുടെ രക്തമാ.
അതുകൊണ്ട് തന്നെ നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത അത് ഞങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ പിറകിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ ഈ സഭയ്ക്കും സമുദായത്തിനുമെതിരെ കുത്തിത്തിരിപ്പിക്കുന്ന ഈ ക്ഷുദ്ര ശക്തികളെ നിങ്ങൾ തിരിച്ചറിയണമേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രതിരോധ സംഘത്തോട് നമ്മൾ മുൻപോട്ട് വെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ധീരന്മാരുടെ ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത്. മലബാറിന്റെ മണ്ണിലേക്ക്, ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് കുടിയേറി പാർത്തപ്പോൾ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ വേറൊന്നും നോക്കിയില്ല, സ്വന്തം ജീവൻ കൊടുത്ത് ഈ നാടിനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചവരാ. ആ ധീരന്മാരുടെ പിൻതലമുറക്കാരാ ധീരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ കുഞ്ഞുമക്കൾ, പെൺകുട്ടികൾ നഴ്സിംഗ് മേഖലയിലേക്ക് ജോലിക്ക് വന്ന ശേഷം അവർ ഈ നാട്ടിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലികൾക്കായി പോയി സേവനം ചെയ്ത് വരുമാനത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ ജീവിതം അർപ്പിച്ച് ആളുകൾ ശുശ്രൂഷിച്ചത് ഈ ലോകത്തിന് വലിയ ക്രൈസ്തവ ദൗത്യം പകർന്നു കൊടുത്ത പാരമ്പര്യമുള്ളത് നമ്മളുടെ നഴ്സിംഗ് പഠിച്ച നമ്മുടെ സഹോദരിമാരും നമ്മുടെ മക്കളും തന്നെയാ, സംശയമില്ല. ആ ധീരതയുടെ പര്യായമായ നഴ്സിംഗ് മേഖലയെ ഇങ്ങനെ കളങ്കപ്പെടുത്തുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾക്ക് പിറകെ നടക്കുന്നതിൽ അധിനിവേശ ശക്തികൾ ഇവിടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ആ അധിനിവേശ ശക്തികൾക്ക് നിന്നു കൊടുക്കുവാൻ ഈ സമുദായമോ ഈ നമ്മുടെ സ്ഥാപനങ്ങളോ നമ്മുടെ സഭാപിതാക്കന്മാരോ തയ്യാറല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കുക. അതുകൊണ്ട് നിങ്ങളുടെ അധിനിവേശ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ കണ്ട ഒരു പ്രത്യേകത, മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു സംഘം ആളുകൾ വന്ന് ചില പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. തുടർന്ന് പൈങ്ങോട്ടൂർ സ്കൂളിൽ ചില പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ വന്ന് ചില ഇടപെടൽ നടത്തിയുണ്ടായി. നമ്മൾ കടന്നു ചെന്നു ഈ സമുദായം ഒന്നടങ്കം നിന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഇവിടെ നടക്കില്ല, ഇത് ഞങ്ങളോട് നടത്താൻ സമ്മതിക്കില്ല എന്ന് സധൈര്യം പറഞ്ഞപ്പോൾ ഈ ആളുകൾക്ക് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അധിനിവേശങ്ങളെയും ചെറുക്കുവാനുള്ള ശേഷിയും ശേഷിയും ഈ സമൂഹത്തിനുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായെന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഉമ്മാക്കി കാട്ടി പഠിപ്പിക്കാനൊന്നും ആരും വ്യാമോഹിക്കേണ്ട. ചില നഴ്സിംഗ് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള ചില വാർത്തകൾക്ക് നമ്മൾ ഈ നാളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. വലിയ നേതാക്കന്മാരാ, വലിയ പ്രമാണിമാരാണ്. നഴ്സിംഗ് മേഖലയെ മൊത്തം ആവാഹിച്ചെടുത്ത് അവരെ എല്ലാം രക്ഷിച്ചേക്കാമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് നടത്തിയിരിക്കുന്ന ആളുകൾ തട്ടിപ്പുകൾ, നിയമവാഴ്ചയ്ക്ക് വിധേയമായി നിൽക്കുന്ന ആളുകൾ തട്ടിപ്പുകൾ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നതാ. നിങ്ങൾക്ക് എങ്ങനെ ഈ നാട്ടിലെ ആളുകൾക്ക് നീതിപൂർവ്വം പെരുമാറുവാൻ, നീതി നടപ്പിലാക്കി കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഉന്നയിക്കുവാനുള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ തടിയെടുക്കൂ, എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ ശ്രമിക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ട നഴ്സിംഗ് സംഘടനാ നേതാക്കന്മാർക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ കണ്ട വലിയ ഒരു ഭൂകമ്പ സമാനമായിട്ടുള്ള ഒരു വലിയ വിഷയം, OET പരീക്ഷയുമായി ബന്ധപ്പെട്ട്, OET പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. ഒരു അക്കാദമിയുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായിട്ട് ഇടപെടലുണ്ടായി. അവർ കോടിക്കണക്കിന് രൂപ ആ ചോദ്യപേപ്പർ ചോർത്തിയതിലൂടെ സമ്പാദിച്ചു എന്നതും അവർ കടന്നു കളഞ്ഞു എന്നതും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് പിന്നീട് നിയമത്തിന് വിധേയമായി മാറേണ്ടി വന്നു എന്നുള്ളതാണ്. ആ സംഘടനയിൽ നിന്ന് അച്ചാരം വാങ്ങിയ വലിയ നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾക്കറിയാൻ കേട്ടോ നിങ്ങൾ ആരൊക്കെയാണ്, എവിടുന്നാണ് അച്ചാരം വാങ്ങിയെന്ന്. ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുവാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയ അധാർമികമായിട്ടുള്ള അഴിമതികളെ സർക്കാർ നടപടിയെടുക്കുകയും നിയമപരമായ മാർഗങ്ങളിലൂടെ ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുവാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ നല്ല പിള്ള കളിച്ചുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാമെന്നൊന്നും വ്യാമോഹിക്കണ്ട. നിങ്ങളുടെ വിശ്വാസ്യതയൊക്കെ എന്നേ പോയതാ. ഞങ്ങൾക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല, ഈ കേരള സമൂഹത്തിനും വിശ്വാസമൊന്നുമില്ല. മറിച്ച് ഈ സമൂഹത്തിലെ വളരെ ചുരുക്കം വരുന്ന ചില വിമത നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇളക്കം നടത്തി ഈ സഭയെയും സമുദായത്തെയും ഈ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വിനയപൂർവ്വം ഈ വലിയ നേതാക്കന്മാരോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയെ തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സമുദായം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 50 ലക്ഷം വരുന്ന ഒരു ജനവിഭാഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ,
ഈ സഭയിലെ സഭാധ്യക്ഷന്മാരെയും വിശ്വാസികളെയും രണ്ട് തട്ടിലാക്കി മാറ്റിക്കൊണ്ട് അവരെ പരസ്പരം തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് നമ്മളുടെ സഭാ സമുദായത്തെ തകർക്കുവാനായിട്ട് നടക്കുന്ന ശ്രമങ്ങളൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത് പുതിയ ഭാവത്തിൽ ചില അധിനിവേശങ്ങളുടെ രൂപത്തിൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ അതും ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ സഭാപിതാക്കന്മാരെ തെരുവിലിട്ട് തെറി പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ആക്ഷേപിച്ചു. ചില ആളുകൾ മേൽനടിക്കുകയാണ്. ഞാൻ ആ പിതാവിനെ അവിടെ വെച്ച് തള്ളിയിട്ടു, പുറത്തേക്ക് തല്ലി, ആ പിതാവിനെ ചവിട്ടി മതിച്ചു. നമ്മളുടെ ആൻഡ്രൂസ് പിതാവിനെ പോലും വളരെ മോശമായ രീതിയിൽ ദേഹോപദ്രവം ചെയ്തുവെന്ന് നിങ്ങൾ വീമ്പിളക്കിയല്ലോ. ഞങ്ങളത് കാണാനായിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ മാർഗം അതല്ല, ക്രിസ്തു പഠിപ്പിച്ച മാർഗം അതല്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അല്ല എങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയൊക്കെ ഈ സമൂഹത്തിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിടുവായടിക്കുന്ന വിടുവായന്മാരുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ UN പോലെയുള്ള സംഘടനകൾ സമരത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ ഈ സമുദായം ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ പോരാട്ടത്തിന്റെ വേദിയാ. നമ്മൾ പോരാടുന്നത് നമ്മളുടെ മക്കളോടല്ല, നമ്മളുടെ നഴ്സുമാരോടല്ല. കാരണം പാവപ്പെട്ടവർ ഇവരുടെ വലയിൽ വീണ് ഇവർ പറയുന്നത് വിശ്വസിച്ച് തെറ്റായ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് തിരിക്കുന്ന ശ്രമം നടക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെയല്ല, മറിച്ച് നമ്മളുടെ ശ്രമം ഇവരെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള കാബാലിക ശക്തികളെ പൊതുസമൂഹത്തിന് നമ്മൾ തുറന്നു കാണിക്കുവാനായിട്ടും അവർക്ക് നിങ്ങൾ മാപ്പ് നൽകില്ല എന്ന് പ്രഖ്യാപിക്കുവാനായിട്ടും നമ്മളുടെ ആളുകൾക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ പൊതുസമൂഹത്തിൽ നിൽക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിഷേധത്തിന്റെ ആരംഭമാ, തുടക്കമാ. നമ്മൾ നമ്മുടെ നാളുകളിലേക്ക് പോകുമ്പോൾ നമ്മളോട് നമ്മുടെ ആളുകൾ ചോദിക്കുന്നു, ആ സമരം ഒത്തുതീർപ്പാക്കി കൂടെ, അവർക്ക് ന്യായം, അവർക്ക് ആവശ്യപ്പെടുന്ന ശമ്പളം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നില്ല, കാരണം സമയപരിമിതിയിൽ. മറിച്ച് ഈ സമുദായം, ഈ സമൂഹം ഒരുമിച്ചൊറ്റക്കെട്ടായി നിൽക്കേണ്ട കാലഘട്ടമാണ് ഇതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അത് തൃശ്ശൂരിന് ഒരു പ്രശ്നമുണ്ടായാൽ പാലായിലും തലശ്ശേരിയിലും ഇന്നങ്ങ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അഭിമന്യ ആൻഡ്രൂസ് പിതാവ് ഇപ്പോൾ US പോയിട്ടില്ല, അവിടെയും നമ്മളുടെ രക്തം പേർന്ന ആളുകളുണ്ട്. ആ ജനത എവിടെയുണ്ട്? അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ സമുദായത്തിന് അണിനിരക്കുമെന്നും അങ്ങനെ ഈ സമുദായത്തിന് വരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ നാളുകളിൽ അത് ഏത് രീതിയിലാണെങ്കിലും പ്രതികരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഈ മഹാപ്രതിരോധ സംഘം ഉന്നയിക്കുക. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള ചില വെല്ലുവിളികളൊന്നും കണ്ട് നിങ്ങൾ ആവേശം കൊള്ളണ്ട. ഇത് കൂടെ ഒരുപാട് വെല്ലുവിളികളെ കണ്ട് പരിശീലിച്ച ആളുകൾ തന്നെയാണ് ക്രൈസ്തവ സഭയിലുള്ളത്. പക്ഷെ ഞങ്ങൾ അതേ നിലയിൽ വെല്ലുവിളിക്കുവാനായിട്ട് പ്രതികരിക്കാത്തോ പോകാത്തത് ഞങ്ങൾ പഠിച്ച മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാ. ആ മൂല്യങ്ങളാണ് ഞങ്ങൾക്ക് സംയമനം നൽകുന്നത്. അതുകൊണ്ട് ആ മൂല്യങ്ങൾ ഞങ്ങളുടെ ദൗർബല്യമാണെന്നും ആരും വ്യാമോഹിക്കേണ്ട. മൂല്യങ്ങൾ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ആ മൂല്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ സമുദായത്തിന് നേരെ വരുന്ന ഏതാക്രമണത്തിൽ നേടുവാനായിട്ട് നമ്മൾ സന്നദ്ധമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ എത്രയും വേഗം പ്രിയപ്പെട്ട നഴ്സുമാർ പിൻവാങ്ങണമെന്നും നിങ്ങളോട് ഞങ്ങൾക്ക് വളരെ അനുഭാവപൂർണമായിട്ടുള്ള സമീപനം മാത്രമേ ഉള്ളൂവെന്നും നിങ്ങൾ നടത്തുന്ന സേവനങ്ങളെ ഞങ്ങൾ വലിയ സ്നേഹത്തോടുകൂടി വലിയ വിലമതിക്കുന്നു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി വീണ്ടും ബലിയാടികളായി മാറരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക്, ഇവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക്, ഇവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഭാവിയിൽ ഈ സമുദായത്തെ നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളും നേരിടുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഒരു പ്രതിജ്ഞയോടുകൂടി ഈ ജനത നാളുകളിൽ ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമെന്ന് എല്ലാ വിധ്വംസ ശക്തികളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.